ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഒരു ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് സാമ്പാർ എങ്ങനെ കുക്കറിൽ 10 മിനിറ്റോടെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് വളരെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് കഷ്ണങ്ങൾ കൊണ്ട് നമുക്ക് കുക്കറിൽ 10 മിനിറ്റിൽ സാമ്പാർ റെഡിയാക്കാം. നമ്മളിതിൻ്റെ കൂടെ കായം ചേർത്തിട്ടില്ല. ആദ്യം പരിപ്പ് വേവാൻ വേണ്ടി വയ്ക്കാം. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് പച്ചക്കറി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. സവാളയും ചേമ്പുമാണ് നമ്മൾ ഉപയോഗിച്ചേക്കണേ. കിഴങ്ങും ചേർത്തിട്ടുണ്ട്. ഇത് മാത്രമേ നമ്മളിപ്പോൾ ചേർക്കണുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം കായവും കൂടി ചേർക്കണം. നമുക്കിതൊന്നുകൂടി ഒരു വിസിൽ കേൾക്കുന്നവരെ വേവിക്കാം. അതിന് മുമ്പായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് ഒരു വിസിലടുപ്പിക്കാം. നമ്മുടെ പരിപ്പും കിഴങ്ങും ചേമ്പും സവാളയൊക്കെ നന്നായിട്ട് വെന്തു. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും വെണ്ടക്കായും ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിത് കുക്കർ അടച്ചു വെക്കണ്ട. ഇതൊന്ന് വേവാനായിട്ട് സമയം കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. അധികം പുളി ചേർക്കണ്ട, കാരണം കഷ്ണങ്ങൾ കുറവായതുകൊണ്ട് പുളി കൂടിപ്പോവും. നമുക്ക് സാമ്പാർ താളിക്കാം. ആദ്യം തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. 1 സ്പൂൺ കടുകിടാം. അതിനുശേഷം നമുക്ക് ഉലുവ ചേർക്കാം. അതിനുശേഷം വറ്റൽമുളക്, വെളുത്തുള്ളി, വേപ്പില. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് കറി ഒഴിക്കാം. നമ്മുടെ സാമ്പാർ വെറും 10 മിനിറ്റ് മതി. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കറി റെഡിയാക്കാം. സോ ഇനി ഇങ്ങനൊരു സാമ്പാർ ട്രൈ ചെയ്യൂ. താങ്ക് യു.